ആ ഫ്രിഡ്ജിൽ വെച്ച ആ ബ്രെഡും എടുക്കുക, ഞാനൊന്ന് കഴിക്കട്ടെ. ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചാണ് തണുപ്പിച്ചിട്ടാണോ കഴിക്കുന്നത്? ഫ്രോസൺ ആയിട്ടുള്ള ബ്രെഡ് കഴിക്കുക, നിങ്ങൾക്ക് എന്താ അന്തല്ലേ? അന്തണ്ട്. ഫ്രോസൺ ബ്രെഡ് കഴിക്കുന്നത് കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ നമ്മളെ ആരോഗ്യത്തിനുണ്ട്. ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. നമ്മളെ ബ്രെഡിനെ ഒന്ന് ഫ്രോസൺ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് തണുപ്പിക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ അത് എത്തുമ്പം അത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ബ്രെഡിനകത്തടങ്ങിയ സ്റ്റാർച്ചി കാർബോഹൈഡ്രേറ്റിനെ റെസിസ്റ്റൻ്റ് കാർബോഹൈഡ്രേറ്റാക്കി ഇത് പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ഈ ഗുണം കിട്ടുന്നത്. ഈ റെസിസ്റ്റൻ്റ് കാർബോഹൈഡ്രേറ്റ് ഇത് മാറിക്കഴിഞ്ഞാൽ എന്തൊരു ഗുണം? ഇത് നമ്മളെ ചെറിയ കുടലിൽ വെച്ചിട്ട് ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, പെട്ടെന്ന് ദഹിച്ചു പോകുന്നത് തടയും എന്നുള്ളതാണ്. അവിടെ തന്നെ കുറേ ആളും കിടക്കും. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ദഹനം നടക്കാതെ അത് അബ്സോർബ് ചെയ്യപ്പെടാതെ ഇരിക്കുമ്പം അതെന്താവും? ഈ ഭക്ഷ്യവസ്തുക്കൾ ഈ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ചാക്കി മാറിയ ഇത് നമ്മൾ വൻകുടലിലേക്ക് അങ്ങ് എത്തും. വൻകുടലിലെത്തുമ്പോൾ ഇതിന് ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ട് നമ്മളെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണമായിട്ട് ഇതങ്ങ് മാറും. ഈ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് അത് വലിയൊരു പവർ ഹൗസ് പോലെയാണ് പ്രവർത്തിക്കുക. അത് നമ്മുടെ ശരീരത്തിന് നാരുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യും. ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ അത് സഹായിക്കും. നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ്. പിന്നെ വയറ് ഫില്ലായി നിന്നോളും. അപ്പോൾ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത തവണ ബ്രെഡ് വാങ്ങുമ്പം അത് ഫ്രിഡ്ജിൽ വെക്കാൻ മടിച്ച് നിൽക്കണ്ട. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഭക്ഷണത്തിൽ കേട് വരാതെ കാത്തു സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ ആരോഗ്യത്തിന് അത് ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും.